സദസ്സിന് വിനീതമായ നമസ്കാരം. സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിലുള്ള കർത്തവ്യം. ഒരുപാട് തിരക്കുകളും യാത്രകളും ഒക്കെ ഉള്ള ഒരുപാട് നമ്മുടെ നഗരസഭാ ചെയർമാൻ, അതുപോലെ തന്നെ പ്രശസ്ത സിനിമാ താരം അഞ്ജു അരവിന്ദ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മാന്യ വ്യക്തികൾ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവർക്കെല്ലാം നിങ്ങളുടെ പേരിൽ സ്വാഗതം പറയുകയാണ് ഞാൻ. നമ്മുടെ MLA ചടങ്ങ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ കോടഞ്ചേരി ഭാഗത്ത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് തുടങ്ങാനുള്ള അനുമതി തന്നു. മീറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ലയനത്തിൻ്റെ 25ാം വാർഷികം സിൽവർ ജൂബിലിയിൽ ഇന്ന് നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടും വളരെ ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് കിട്ടിയത്. സിനിമാ ലോകത്തെ വളരെ പ്രശസ്ത, വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പേരെടുത്ത ഒരു നടിയാണ് അഞ്ജു അരവിന്ദ്. അവർ നിറയെ ടെലിഫിലിമുകൾ, സീരിയലുകൾ, ഇതിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ തമിഴ് നടൻ കൂടിയായിട്ടുള്ള വിജയുടെ നായിക കൂടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും വളരെ, പിന്നെ നല്ലൊരു ഡാൻസറാണ്. ബാംഗ്ലൂരിൽ സ്വന്തമായി ഒരു ഡാൻസ് സ്കൂൾ നടത്തി വരുന്നു എന്നറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയത് എന്താ വെച്ചാൽ, അഞ്ജു ലാസ്യ കോളേജിൽ അവിടെ ഭരതനാട്യം MA പഠിക്കുന്ന സമയത്ത് ഇവരുടെ BA പഠിക്കുന്ന സമയത്ത് ഇവരുടെ അവിടെ കോളേജിലെ അരങ്ങേറ്റത്തിന് മൃദംഗം വായിച്ചത് ഞാനായിരുന്നു. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഏതായാലും ഈ മഹനീയ സാന്നിധ്യം കൊണ്ട് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടിയതിൽ ലയനം വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയും ലയനത്തിന് വേണ്ടിയും ഞാൻ അഞ്ജുവിനെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമുക്ക് നമ്മുടെ നഗരപിതാവ്, മുക്കത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള PT ബാബു സാർ അവർകളാണ്. വളരെ എന്താ പറയുക, എത്ര തിരക്കുണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും ഫോണെടുക്കും, നന്നായി സംസാരിക്കും. നല്ല സ്നേഹമുള്ള നമ്മളുടെ ഈ ചെയർമാനെ ആണ് ഇന്ന് നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. ഏതായാലും ബാബു സാറിനെ ലയനത്തിന് വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുടെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തതായി ഞങ്ങളുടെ വാർഡ് മെമ്പറായിട്ട്, കൗൺസിലറായിട്ടുള്ള പ്രജിത പ്രദീപാണ്. വളരെ കാലം തൊട്ടേ ലയനത്തിൻ്റെ അയൽവാസി കൂടിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പറയേണ്ടതില്ല. എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞങ്ങൾ സ്നേഹത്തോടെ ബാബ എന്നാണ് വിളിക്കാറ്. എന്നിരുന്നാലും പിന്നെ ഈ തിരക്കുകൾക്കിടയിലും വന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ലയനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രജിത കൗൺസിലർക്കും ലയനത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലെയും സ്വാഗതം ചെയ്യും. അടുത്തതായി ചന്ദ്രൻ തിരുവമ്പാടി, ഞങ്ങൾ ചന്ദ്രേട്ട എന്ന് വിളിക്കും, ചന്ദ്രൻ ഭാഗവതർ എന്ന് പറയുന്ന, അതായത് എൻ്റെ പിതാവിന് വേണ്ടി എത്രയോ 3 നൃത്തനാടകങ്ങൾ കമ്പോസ് ചെയ്ത, സംഗീതം ചെയ്ത, ഒരു നൃത്താടകത്തിൽ തന്നെ 100ഓളം കവിതകളുണ്ടാവും. ആ കവിതകൾക്കെല്ലാം ട്യൂണിട്ട, അതുപോലെ ഒരുപാട് നൃത്തങ്ങൾക്ക് ഈണം പകർന്ന, മനോഹരമായി പാടുന്ന ലയനത്തിൻ്റെ എത്രയോ കാലം ഞങ്ങളുടെ പരിപാടിയിൽ ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ പ്രിയ ചന്ദ്രേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലയനത്തിൻ്റെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു.
അതുപോലെ പ്രശസ്ത ഹാർമോണിസ്റ്റ് സംഗീത സംവിധായകനും ആയിട്ടുള്ള അരീക്കോട് മമ്മൂട്ടിക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും എൻ്റെ പിതാവിൻ്റെ കൂടെ ഡാൻസിന് ഒരുപാട് കാലം ഹാർമോണിയം വായിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. സ്നേഹാദരം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തതായി പറയാനുള്ളത് മുകുന്ദൻ മാഷാണ്. മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാലൊന്നും തീരൂല. കാരണം മുകുന്ദൻ മാഷ് എന്ന് പറയുന്നത് എൻ്റെ പിതാവ് അലവി മാഷിൻ്റെ എന്നാണോ വാപ്പ ഡാൻസ് പഠിപ്പിക്കൽ തുടങ്ങിയത് ആ കാലം തൊട്ട് വാപ്പയുടെ മേക്കപ്പ് മാനും സുഹൃത്തും സഹപാഠിയും ഒക്കെയാണ്. അത്ര ക്ലോസാണ് അവർ തമ്മിൽ. മുകുന്ദൻ മാഷിനെ ഈ ചടങ്ങിൽ കിട്ടിയത് എന്തുകൊണ്ടും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. മാഷിനെ ആദരിക്കാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമായി കരുതുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ലേനത്തിൻ്റെ പേരിലെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മുകുന്ദൻ മാമനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുക്കം വിജയൻ മാഷാണ്. മുക്കത്ത് ആദ്യമായി ഗാനഭൂഷണം എന്ന ബിരുദം ചെമ്പൈ സർക്കാർ സംഗീത കോളേജിൽ നിന്ന് പാസ്സായ ആളാണ് നമ്മുടെ വിജയൻ മാഷ്. അതിനുശേഷം ഓർഫനേജ് സ്കൂളിൽ സംഗീത അധ്യാപകനായി ജോലി ചെയ്തു. ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. നിരവധി ലളിത ഗാനങ്ങൾക്കും പാട്ടുകൾക്കും സംഗീതം നൽകിയ ഒരു വ്യക്തിയാണ്. കൂടാതെ നല്ല ഒരു സിനിമ സീരിയൽ കൊമേഡിയൻ ആർട്ടിസ്റ്റ് കൂടിയാണ് വിജയേട്ടനെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലേനത്തിൻ്റെ പേരിലും ഞാൻ വിജയേട്ടനെ ഹാർദവമായി വേദി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മോഹനൻ മാമ്പറ്റ. എല്ലാവരും ഞങ്ങൾ കലാമണ്ഡലം മോഹനേട്ടൻ എന്നൊക്കെയാണ് വിളിക്കാറ്. പ്രശസ്ത ചെണ്ടവാദകനും അതുപോലെ തന്നെ നൃത്ത അധ്യാപകനും കൂടിയാണ് അദ്ദേഹം. നിരവധി ശിഷ്യസമ്പത്തുണ്ട്. പിന്നെ നാടൻ കലകളിൽ തിറ, തെയ്യം അങ്ങനെയുള്ള ഫോക്ലോർ കലകളിൽ വളരെ വിവരമുള്ള റിസർച്ച് ചെയ്ത ഒരു അധ്യാപകനാണ്. നന്നായി തബല, പാട്ട് എല്ലാ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്ന ആ മഹൽ വ്യക്തിയെ ലേനത്തിന് കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലേനത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി പ്രദീപ് മാസ്റ്റർ സംഗീത അധ്യാപകനാണ്. ലേനത്തിൽ 17 വർഷത്തോളം ലേനത്തിലെ സംഗീത അധ്യാപകനായിരുന്നു. ലേനം 1999 തുടങ്ങുന്ന കാലത്ത് തന്നെ പ്രദീപ് മാഷാണ് സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം ഇപ്പോഴും ഇരുവേറ്റി ഹൈസ്കൂളിലെ സംഗീത അധ്യാപകനാണ്. സ്വന്തമായി സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. നന്നായി പാട്ട് പാടുന്ന, നന്നായി കമ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലേനത്തിൻ്റെ പേരിലും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൂമ്പാറ ബേബി മാസ്റ്റർ. ബേബി മാസ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് അലവി മാഷ് 3 നൃത്തനാടകങ്ങൾ കമ്പോസ് ചെയ്തിരുന്നു. ഒന്ന് മോറിയയിലെ ബലി, ഒന്ന് ഗുരുദക്ഷിണ, മൂന്നാമത്തെ സന്താന ഗോപാലം. ഇതിൻ്റെ എല്ലാം കവിതകൾ എഴുതിയ ഒരു വ്യക്തിയാണ് കൂമ്പാറ ബേബി മാഷ്. ഒരു നൃത്തനാടകത്തിൽ തന്നെ 70-90 കവിതകൾ ഉണ്ടാവും. മനസ്സിലാക്കണം നിങ്ങൾ. അത്രയും കവിതകൾ എഴുതിയ പിന്നെ കവിയാണ്. ആകാശവാണിയിലേക്കൊക്കെ നിരവധി കവിതകളും ലളിതഗാനങ്ങളൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗവും നാടകവും ഒക്കെ പ്രശസ്തമാണ്. ഈ മലയോര മേഖലയിൽ നമ്മൾക്ക് കിട്ടിയ ഒരു മുത്താണ് എന്നറിയിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും
ലയനത്തിൻ്റെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി ദീപ്തി പാറോൽ ലയനത്തിൻ്റെ സന്തത സഹചാരിയാണ്. കൂടാതെ നമ്മളുടെ കുട്ടികളുടെയൊക്കെ എപ്പോഴും നമ്മുടെ ഇന്നലെ നടന്ന അരങ്ങേറ്റത്തിൽ വരെ ദീപ്തിയുടെ ഒരു കയ്യൊപ്പുണ്ട്. ദീപ്തിയാണ് ഇന്നലെ നട്ടുവാങ്കം ചെയ്തത്. നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ട്രെയിനിങ് നൽകിയ ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ പ്രിയ ശിഷ്യ കൂടിയാണ് എന്ന് അഭിമാന പുരസ്കാരം ഞാൻ പറയുകയാണ്. ദീപ്തിയെയും ലയനത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കലാമണ്ഡലം ശൈല ലയനത്തിൻ്റെ അധ്യാപികയാണ്. 2-3 വർഷത്തോളം ലയനത്തിൽ ക്ലാസ് എടുത്തിരുന്നു. ഇപ്പം അവർ കോഴിക്കോട് പുതിയ ക്ലാസ്സും പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നടനം എന്ന പേരിൽ നടത്തി വരുന്നു. പിന്നെ നൃത്തരംഗത്ത് വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ്. ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്നേഹത്തോടെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലയനത്തിൻ്റെ പേരിലും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി അശോകൻ മാസ്റ്റർ മണാശ്ശേരി, നമ്മുടെ ഈ നാട്ടിൽ എൻ്റെ ഫാദറിൻ്റെ സുഹൃത്തും നാടക, ടെലിഫിലിം, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അശോക് മാഷ്. നല്ല ഒരു മാതൃഭൂമി ന്യൂസ് റീഡർ കൂടിയായിരുന്നു. മണാശ്ശേരി സ്കൂളിലാണ് മാഷ് വർക്ക് ചെയ്തിരുന്നത്. ഏതായാലും നാടകരംഗത്ത് ഒരുപാട് സംഭാവനകൾ മലയോര മേഖലയ്ക്ക് വേണ്ടി ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലയനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നിസാർ ബാബു, പ്രമുഖ പത്രപ്രവർത്തകനും ന്യൂസ് റീഡറും ആയിട്ടുള്ള സ്വന്തം മുക്കത്ത് സെഞ്ചുറി ടെലിവിഷൻ, അതായത് CTV നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ അമരക്കാരനാണ് അദ്ദേഹം. ഒരുപാട് കലാ സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ കിട്ടിയാൽ ലയനം അഭിമാനിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലയനത്തിൻ്റെ പേരിലും അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള സെഗിനി ദേവരാജൻ മാഷിനെ പറ്റി പറയേണ്ടതില്ല. പ്രദീപ് മാഷും പറഞ്ഞ പോലെ സെഗിനി ദേവരാജൻ മാഷാണ് ലയനം തുടങ്ങിയ കാലത്ത് നമ്മുടെ ചിത്രകല സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ മാഷിൻ്റെ തിരക്ക് കാരണമാണ് മാഷിൻ്റെ ശിഷ്യനായിട്ടുള്ള ഷാജിയെ ഏൽപ്പിച്ചത്. എന്നിരുന്നാലും നമ്മൾക്ക് ക്യാമ്പുകൾക്കും ചിത്ര ക്ലാസ്സുകൾക്കും എല്ലാത്തിനും രാജേട്ടൻ്റെ ഒരു കയ്യൊപ്പില്ലാതെ ഒരു പരിപാടി നടക്കൂല. ഈ ബാനർ വരെ, ഈ ബാക്കിൽ കാണുന്ന ബാനർ, ഇത്ര തിരക്കിൻ്റെ ഇടയിലും ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റേജിൽ വെക്കാൻ ഒരു ബാനർ വേണം. ഞങ്ങൾ രാജേട്ടാന്നാണ് വിളിക്കാം. അത് ഞാൻ ശരിയാക്കി തരാറുണ്ട്. പെട്ടെന്ന് എന്നെ അത് എഴുതി ഇവിടെ കൊണ്ടുവന്ന് മൂപ്പരെന്നെ കയറൊക്കെ കെട്ടി അതിന് സ്ഥാപിച്ചു തന്നു. ഇത്രയും സ്നേഹമുള്ള ഒരു എളിമയുള്ള ഒരു ആർട്ടിസ്റ്റ് പറയാതൊക്കെ വയ്യ. ഈ CCRT സിലബസിലെ പാഠപുസ്തകങ്ങളിൽ വരെ വരയ്ക്കുന്ന ആളാണ്. അതുപോലെ URF വേൾഡ് റെക്കോർഡ് വരെ വാങ്ങിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. ഈ കലാകാരനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലയനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളുടെ ഉമ്മയാണ് ലയനത്തിൻ്റെ. ലയനം ഇന്ന് കാണുന്ന അവസ്ഥ അത് തുടർന്ന് പോകുന്ന എൻ്റെ ചാലക ശക്തിയായിട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഞങ്ങളുടെ PT സുലൈഖ എന്ന് പറയുന്ന ഞങ്ങളുടെ ഉമ്മ. അപ്പം കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ലയനം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഊർജം, എന്നെ പഠിപ്പിക്കാനും എന്നെ വളർത്താനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ മക്കളെ കാര്യത്തിലും ഉമ്മയാണ് നേതൃത്വം നൽകുന്നത്. പിന്നെ ലയനത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഉമ്മ ഇടപെടാറുണ്ട്. ഏതായാലും
ഉമ്മയെ ഇന്ന് 25-ാം വാർഷികം, പിന്നെ എൻ്റെ പിതാവിനെ വരെ ഈ ഒരു റൂട്ടിലൂടെ തിരിച്ചു വിട്ടതിൻ്റെയൊക്കെ പിന്നിലുള്ള ചാലകശക്തിയാണ് ഉമ്മ. അങ്ങനെ ഉമ്മയെ കൂടി വിചാരിക്കുന്നുണ്ടെന്ന് ഉമ്മയെ കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മളെ ലയനം 25 വർഷമായി. എനിക്ക് പറയാനുള്ളത്, മത്സരത്തിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ കല പഠിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാൻ. മത്സരമല്ല കല. കല എന്നത് ഒരു സംസ്കാരമാണ്. ഏതൊരു മനുഷ്യനും അത് പഠിക്കുമ്പോഴേ അതിൽ നിന്നൊരു സംസ്കാരവും ഒരു സ്വഭാവവും കിട്ടാനുണ്ട്. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ കലകൾക്ക് മുഖ്യ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുക. മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും എല്ലാത്തിനും പെരുമാറ്റത്തിനും എല്ലാം കല നല്ലൊരു മരുന്നാണ് എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. ഇവിടെ സന്നിധരായ നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ ഒറ്റവാക്കിൽ ഈ വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗതം ചെയ്യാണ്. അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ PT ബാബു സാർ അവറുകളെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രശസ്ത സിനിമാ താരം അഞ്ജു അരവിന്ദ് അവർകൾ, വേദിയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രജിത പ്രദീപ്, പ്രിയപ്പെട്ട നമ്മുടെ വേദിയിലെ കലാകാരന്മാരായിട്ടുള്ള മുക്കം വിജയമാഷ്, കലാമണ്ഡലം മോഹനൻ, ബേബി കൂമ്പാറ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട കലാകാരന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് മുക്കത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷവും നൃത്ത അരങ്ങേറ്റവുമാണ് ഈ 2ാം ദിവസം വരെ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കലയ്ക്ക് ഇന്ന് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കല എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു മേഖലയാണ് കല. മാനവികതയും മനുഷ്യത്വവും മതേതരത്വവും എല്ലാം തന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കലയ്ക്ക് ഒരിടമുണ്ട്. ആ കല അതിനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നൊരു കാലഘട്ടം കൂടിയുമാണ്. ഇന്ന് മുക്കത്തെ സംബന്ധിച്ചിടത്തോളം മുക്കം പ്രദേശം എന്ന് പറയുന്നത് മുക്കം നഗരസഭയിൽ മാത്രമല്ല, മുക്കത്തിൻ്റെ ഒരു അതിർത്തിയുണ്ട്. അത് പക്ഷേ മറ്റ് പഞ്ചായത്തുകളിലെല്ലാം കടന്നു വിരിക്കും. അതാണ് മുക്കം എന്ന് പറയുന്നത്. ആ മുക്കത്ത് ഒരുപാട് കലാകാരന്മാർ വളർന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഒരുപാട് ഇനിയും കലാകാരന്മാർ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അവരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖല എന്ന നിലയ്ക്കാണ് ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന സംവിധാനത്തിൽ അക്കാദമിക്ക് ഇവിടെ നമ്മൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. കലയ്ക്ക് ആ രീതിയിലേക്ക് നമുക്കതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇവിടെ ഇന്ന് മുക്കത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഇന്ന് മുക്കത്തിൻ്റെ ഒരു എഴുത്തുകാരൻ്റെ പുസ്തക പ്രകാശനം കഴിഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാനും അശോക മാഷും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അത് മുക്കത്തിൻ്റെ ഒരു കലാ പാരമ്പര്യവുമായി വന്ന് ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തു തന്നെ ഒരു ഗ്രാമോത്സവം, മുക്കത്തെ കലാകാരന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ടൊരു ഗ്രാമോത്സവവും നടക്കുന്നുണ്ട്. അങ്ങനെ കലയെ സ്നേഹിക്കുന്ന ഒരു മേഖലയായി നമ്മുടെ മുക്കത്തിൻ്റെ പ്രദേശം മാറിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ മാസം മുക്കം നഗരസഭ തന്നെ നേരിട്ടുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുക്കത്ത് നടക്കുകയുണ്ടായി. മുക്കത്തെ പറയുമ്പോൾ മുക്കം പ്രദേശവും ഉൾക്കൊള്ളുന്ന ആളുകളെയെല്ലാം, ആ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.
അതിൽ ഗൗരവമേറിയിട്ടുള്ള ചർച്ചകൾ പുതിയ തലമുറയെ, ഈ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവരുടെ സിനിമാ ലോകവും സിനിമയുടെ കലാമൂല്യവും സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ, ക്ലാസ്സുകളടക്കം നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇങ്ങനെ കലകൾ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സംഭാവനകൾ നമുക്ക് എത്രമാത്രം ചെയ്യാൻ സാധിക്കും, അതൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നൽകിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ മാറ്റത്തിനായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലയ്ക്ക് ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കല വളരണം, കലയുള്ളിടത്ത് കലാപം ഉണ്ടാവുകയില്ല എന്ന ഒരു ചൊല്ലുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കലയെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കലാകാരന്മാരെയും കലാകാരികളെയും നമുക്ക് വളർത്തിക്കൊണ്ടുവരികയും അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവരുടെ മനസ്സിലുള്ള കലാബോധത്തെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും? ആ കണ്ടെത്തുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രയാസം. ആ കണ്ടെത്താനുള്ള മനസ്സ് നമുക്കുണ്ടാവണം, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാഹചര്യവും നമുക്കുണ്ടാവണം. അതിന് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള അക്കാദമികളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ പുതിയ തലമുറ ഇങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം. വഴിതെറ്റാത്ത ഒരു സമൂഹത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനതിന് വേണ്ടി ഈ കലയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നില്ല. ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൻ്റെ ഈ സിൽവർ ജൂബിലി ആഘോഷവും മറ്റും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രശസ്ത സിനിമാ താരം അഞ്ജു അരവിന്ദ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസത്തോമ സദ്ഗമയ തമസ്സോമ ജ്യോതിർഗമയ. ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം ഇവിടെ പ്രശസ്ത സിനിമാ താരം ശ്രീമതി അഞ്ജു അരവിന്ദും സമൂഹത്തിലെ മറ്റ് പ്രമുഖ വ്യക്തികളും ചേർന്നുകൊണ്ട് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹനീയ മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ അശോകൻ മാസ്റ്റർ തിരി തെളിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾക്കും ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുഞ്ഞു മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നമസ്കാരം. ഒരുപാട് വർഷങ്ങൾക്ക് പുറകിൽ ഞാനിവിടെ വന്ന് ഇതേപോലെ ഒരു വേദി പങ്കിട്ട ഒരു നിമിഷമാണ് ഓർമ്മിക്കുന്നത്. വളരെയധികം സന്തോഷവും അഭിമാനത്തോടെയുമാണ് ദൂരെ നിന്ന് ഞാൻ ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൻ്റെ വളർച്ച കണ്ട് അഭിമാനിക്കുന്നത്. അന്ന് ഇവിടെ വന്ന സമയത്ത് എല്ലാവരും ലൈവ് പെർഫോമൻസും എല്ലാവരുടെയും ഡാൻസൊക്കെ മേക്കപ്പ് ചെയ്ത് റെഡിയായി ഇരുന്ന് അക്ഷമരായ അയ്യോ എന്തിനാണ് ഈ സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ മനസ്സിൽ
പ്രാഗിക്കൊണ്ടാണ് ഇരുന്നത്. സത്യം പറഞ്ഞാൽ ഈ സാംസ്കാരിക സമ്മേളനം വയ്ക്കുമ്പോഴേ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തെ വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ്, എത്ര നേരമായി കുട്ടികൾ മേക്കപ്പൊക്കെ ചെയ്ത് കാത്തിരിക്കുന്നത്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അന്ന് കുട്ടിയായപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാവാതിരുന്ന സമയത്ത് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും അലവി സർ തുടങ്ങി വെച്ച ഈ ഒരു സ്ഥാപനം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് എനിക്കിവിടെ എത്തിയാൻ പറ്റിയല്ലോ. ഇതിൽ പരം ഒരു വളർന്നു വരുന്ന കലാകാരി എന്ന് തന്നെയാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ സലീമിക്കുമായിട്ടുള്ള അവരുടെ ഫാമിലിയുമായിട്ടുള്ള ഒരു അടുപ്പം എത്രയോ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകുന്നു. ഞാനിപ്പം സലീംക്ക അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ, ഞാൻ അന്ന് BA ചെയ്യുന്ന സമയത്ത് എൻ്റെ കച്ചേരി നടത്തുമ്പോൾ സലീംക്കയായിരുന്നു എനിക്ക് വായിച്ചത്, ഇപ്പോഴും ഓർമ്മയുണ്ട്, റിഹേഴ്സലും ഒക്കെ ആയിട്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും സലീംക്ക ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല, റോട്ടറി പ്രോഗ്രാമിന് വേണ്ടി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിലും സലീംക്കയാണ് വായിച്ചത്. അതുമാത്രമല്ല, മിക്കവാറും ഞാനും ഒരു അധ്യാപിക കൂടിയാണ്, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, A3D എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ, അഞ്ജു അരവിന്ദ് അക്കാഡമി ഓഫ് ഡാൻസ് എന്നാണ് അതിൻ്റെ പേര്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 6-7 വർഷത്തോളമായി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് വരുന്നു. പക്ഷേ ഇന്നേ വരെ ഞാൻ അരങ്ങേറ്റം ചെയ്യിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ കുട്ടികളുടെ ആദ്യത്തെ ബാച്ചിൻ്റെ അരങ്ങേറ്റം ജൂൺ മാസം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റത്തിന് വായിക്കാൻ പോകുന്നതും ഭാഗ്യം ചെയ്താൽ സലീംക്ക തന്നെ ആയിരിക്കും. അതിൽ പരം വലിയൊരു നമ്മളുടെ ഒരു വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ കൂടെ സലീംക്കയുണ്ട്. അതേപോലെ തന്നെ ലയനത്തിൻ്റെ ഇത്രയേ 25ാം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് എനിക്കിവിടെ എത്തിയല്ലോ. അപ്പോഴും ഒരു വലിയൊരു അഭിമാനം തന്നെയാണ്. കാരണം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നതിൽ പരം ബുദ്ധിമുട്ട്, വിഷമങ്ങളും ഒരുപാട് ക്രൈസിസും ഒക്കെ ഉണ്ടാവും. അപ്പം എത്രയും വിഷമകരമായിട്ടാണ് ഓരോ കാര്യങ്ങളെ നേരിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ എന്നുള്ളത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്നതാണ്. അപ്പം എത്രയും നാളുകൾ ഉയർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ കാണുമ്പോൾ സന്തോഷവും അഭിമാനവും അല്ലാതെ വേറെ എന്താ ഉണ്ടാവേണ്ടത് എന്നെപ്പോലൊരാൾക്ക്. പിന്നെ സ്കൂളിൽ, അതായത് നമ്മുടെ ഒരു നൃത്തം പഠിക്കാനായിട്ട് ഒരുപാട് കുട്ടികൾ ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരു വിജയദശമിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാച്ചുകൾ വരും, ഒരുപാട് കുട്ടികൾ ചേരാൻ വരും. പക്ഷേ ഇല പൊഴിയും പോലെ ആയിരിക്കും ആ കുട്ടികളുടെ ഒരു അവസ്ഥ. അതായത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. ഒരു ചില സ്ഥലങ്ങളിലൊക്കെ വന്നതിൻ്റെ അടുത്ത മാസം തന്നെ കിടക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റം നടത്തുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്നതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയല്ല. ശരിക്കും നല്ല അടിസ്ഥാനത്തോടുകൂടി നല്ലൊരു ഫണ്ടമെൻ്റൽ ബേസിക് കറക്റ്റായിട്ടുണ്ടെങ്കിലേ ബിൽഡിങ്ങും കറക്റ്റാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നൃത്ത പഠനവും. അതിൻ്റെ ബേസിക് നന്നായി പഠിച്ച് നല്ല പോലെ അത് വളരെ പാഷനോടുകൂടി ആ ഒരു നൃത്തത്തെ കാണുകയും വളരെയധികം ഹാർഡ് വർക്കിങ്ങോടുകൂടി നൃത്ത പരിശീലനം ചെയ്യുകയും നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. വീഡിയോ നോക്കി ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റും, പക്ഷേ അതിലെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരണമെങ്കിലോ ഇതുപോലുള്ളൊരു നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കണം. എന്തായാലും അത് മ്യൂസിക്കായാലും വീണയായാലും ഏതായാലും ശരി, ഒരു ഗുരുസ്ഥാനത്തുനിന്ന് പഠിക്കുക തന്നെ വേണം. നല്ലൊരു ഗുരുക്കന്മാരെ കിട്ടുക എന്ന് പറയുന്നതും നല്ല ശിഷ്യഗണങ്ങളെ സമ്പാദിക്കുക എന്ന് പറയുന്നതും വലിയൊരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ഭാഗ്യവും എനിക്ക് ദൈവം കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് എന്നും പേരും പ്രശസ്തിയും ഉയർത്താൻ വേണ്ടി
ഉപയോഗിക്കുക. നമ്മളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും നല്ല രക്ഷിതാക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ പ്രോത്സാഹനവും അവരുടെ സപ്പോർട്ടും നല്ല ഗുരുക്കന്മാരുടെ ശിക്ഷണവും ഒക്കെ കൂടിയാൽ ഇവിടെ ഇരിക്കുന്ന മക്കൾ ഭാവിയിൽ വലിയ കലാകാരന്മാരായി ഇവിടെ നിങ്ങൾക്കൊക്കെ വിശിഷ്ടാതിഥിയായി വരാനും ഒക്കെ സാധിക്കട്ടെ. അതുപോലെ തന്നെ ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിന് ഒരുപാട് ശാഖകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് പേരുകേട്ട സ്കൂളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സലീം കെയുടെ മക്കളൊക്കെ പഠിച്ച് എന്താ പറയുക, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചേഴ്സായി മാറി. ഞാനൊക്കെ കുഞ്ഞു മക്കളെ ആയി കണ്ടുകൊണ്ടിരുന്നതാണ് എല്ലാവരെയും. അപ്പോൾ ഇവരൊക്കെ കലാക്ഷേത്രയിൽ പോയി പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ പരമഭാഗ്യമാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് കലാക്ഷേത്ര പോയി പഠിക്കണം എന്നുള്ളത്. പക്ഷേ എന്തായാലും ഞാനിപ്പം RLVന്ന് MA ചെയ്തതിന് ശേഷം ഒരു നൃത്ത അധ്യാപികയായി തീരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷേ ദൈവം എന്നെ അങ്ങനെ ഒരു സ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലിബ്രിറ്റി എന്നതിലുപരി ഒരു അധ്യാപിക എന്ന രീതിയിൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ അഭിമാനവും സന്തോഷവും, എല്ലാവർക്കും വളരെ നല്ലൊരു ഭാവി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ലയനത്തിന് ഇനിയും വിജയക്കൊടികൾ പാറിക്കട്ടെ. ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്. താങ്ക് യു സോ മച്ച്.
ലയനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കയ്യടിക്കാരനായിട്ടും അതിനൊപ്പം സഞ്ചരിച്ചുമൊക്കെ കൂടെ നടന്നിട്ടുണ്ട്. 97-98 കാലഘട്ടത്തിലാണ് ഞാനൊരു മാധ്യമ സ്ഥാപനവുമായി മുക്കത്ത് വരുന്നത്. 99-ലാണ് ലയനം ആരംഭിക്കുന്നത്. അന്ന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. എല്ലാ ചടങ്ങുകളിലും ഇതുപോലെ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാവാനും ഒക്കെ കഴിഞ്ഞ സന്തോഷമുണ്ട്. അതിനേക്കാളും അധികം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ നാടിനോട് ഓർമ്മിപ്പിക്കാനുള്ളത്, അലവി മാസ്റ്ററുടെ മകൻ സലീം നടത്തുന്ന ലയനം എന്ന് പറയുന്ന ഈ സ്ഥാപനം വർത്തമാനകാല സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൂർവാധികം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പ്രൗഢിയോടും കരുത്തോടും കൂടി എല്ലാ കാലത്തും എല്ലാ കാലത്തേക്കും നിലനിർത്തേണ്ടത് ഈ മുക്കത്തിൻ്റെ, ഈ നാടിൻ്റെ ആവശ്യമാണ്. ഇത് ഈ നാട്ടുകാരുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ലയനത്തിൻ്റെ 25ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നഗരസഭാ ചെയർമാൻ ശ്രീ പി ടി ബാബു അവർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സിനിമാ താരം ശ്രീമതി അഞ്ജു അരവിന്ദ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ വൈകിയിട്ടുള്ള ഈ വേളയിൽ വെറും ഒരു ആശംസ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ കുട്ടികളുടെ കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടിയിട്ട് അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൻ്റെ 25ാം വാർഷികത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ പങ്കുചേരാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കട്ടെ. ഈ സ്ഥാപനം ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും സ്ഥാപനത്തിനുണ്ടാവട്ടെ. ഈ സ്ഥാപനത്തിലൂടെ നമ്മുടെ മുക്കത്തെ അറിയപ്പെടാനാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നേരം കുറച്ച് വൈകിയതിനാൽ ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നിവിടെ നമ്മുടെ ലയനത്തിൻ്റെ 25ാം വാർഷികാഘോഷം, സിൽവർ ജൂബിലി സെലിബ്രേഷൻസും അതിനോടനുബന്ധിച്ച് നൃത്ത അരങ്ങേറ്റവും ഭംഗിയാക്കാൻ എത്തിച്ചേർന്ന നമുക്കെല്ലാം പ്രിയങ്കരിയും അതേപോലെ പ്രശസ്ത സിനിമാ താരവുമായ ശ്രീമതി അഞ്ജു അരവിന്ദിൻ്റെ ഞാൻ ആദ്യമായി നന്ദി സമർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത നമ്മുടെ MLA ശ്രീ ലിൻഡോ ജോസഫ്, അദ്ദേഹം ചില ബുദ്ധിമുട്ടുകളാൽ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പകരം ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഗുരുജനങ്ങൾക്കും ഞങ്ങളുടെ പ്രിയങ്കരന്മാരായ ശ്രീ സിഗ്നി ദേവരാജൻ മാസ്റ്റർ, ഞങ്ങളുടെ ചിത്രമാമൻ, കൂമ്പാര ബേബിച്ചേട്ടൻ, അശോകൻ മാസ്റ്റർ, മുകുന്ദൻ മാസ്റ്റർ, തിരുവമ്പാടി ചന്ദ്രൻ ഭാഗവതർ, മുക്കം വിജയൻ, അരീക്കോട് മുഹമ്മദ് കുട്ടി, ശ്രീ മുക്കം വിജയൻ, കലാമണ്ഡലൻ മോഹനൻ മാമ്പറ്റ, ശ്രീ പ്രദീപ് കുമാർ പന്നിക്കോട്, അതേപോലെ നിസാർ അവർകൾ, എല്ലാവർക്കും, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാവർക്കും, അതേപോലെ സൗണ്ട്, വെളിച്ചം, ചമയം, സ്റ്റേജ് എന്നിവയെല്ലാം നൽകിയ അനൗൺസ്മെൻറ്റ് നൽകിയ വേണുമാഷ്ക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും നമ്മുടെ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കാരണമായ നമ്മുടെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. എത്രയും സ്നേഹം നിറഞ്ഞ കലാസ്വാദകരെ, സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഉദ്ഘാടന സെഷനിലേക്ക് എത്തണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ മറ്റൊരു പ്രോഗ്രാമിലായതുകൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയാതെ പോയത്. ആ സെഷനിൽ എത്താൻ കഴിയാത്തതിലുള്ള അല്ലെങ്കിൽ താമസത്തിലുള്ള ക്ഷമാപണം ആദ്യമേ നടത്തുകയാണ്. സലീം മാഷ് നേരത്തെ തന്നെ വിളിച്ച് ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ലയനം സ്കൂൾ ഓഫ് ആർട്സിൻ്റെ 25ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി നടത്താനാണ് തീരുമാനമെടുത്തത്. വിപുലമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിപുലമാണ് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിമനോഹരമായി എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തി മുഴുവൻ പഠിതാക്കളെയും ഇതിൻ്റെ ഭാഗമാക്കി വളരെ മനോഹരമായ, നമ്മളൊക്കെ പറയാറുള്ള പോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴുണ്ടാവുന്ന ഒരു അനുഭവത്തിന് തുല്യമായ നിലയിൽ ഒരു മനോഹരമായ ഒരു പരിപാടി ഈ രാത്രിയിലും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന
ലയനം സ്കൂൾ ഓഫ് ആർട്സിനും അതിൻ്റെ സംഘാടകർക്കും അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള ലയനം സ്കൂൾ ഓഫ് ആർട്സ് മുക്കത്തിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള സലീമാഷിനും ഏറെ സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് കലാമേഖലയിൽ ഒരുപാട് പ്രതിഭാധരന്മാരായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കാൻ ലയനം സ്കൂൾ ഓഫ് ആർട്സിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.